വയനാട് മേപ്പാടി ചൂരൽമല റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന്റെ ആശങ്കയിലാണ് അവിടുത്തെ പ്രദേശവാസികൾ. മാപ്പിളത്തോട്ടം ഭാഗത്ത് നിർമ്മിക്കുന്ന സംരക്ഷണ ഭിത്തിയാണ് വീടുകൾക്ക് ഭീഷണിയായി മാറിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ നൽകിയിട്ടും നടപടികൾ ഉണ്ടാകുന്നില്ല എന്നാണ് ആക്ഷേപം. മേപ്പാടിയിൽ നിന്ന് ചൂരൽമലയിലേക്കുള്ള റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ തുടരുകയാണ്. പുതുതായി നിർമ്മിക്കുന്ന സംരക്ഷണ ഭിത്തിയാണ് നിരവധി ജീവിതങ്ങൾക്ക് ഭീഷണിയാകുന്നത്. HML നിന്ന് ഭൂമി ഏറ്റെടുത്താൽ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുമെന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. അതിനാൽ തന്നെ ഈ നടപടികൾക്ക് വേഗം കൂട്ടണമെന്നാണ് ഉയരുന്ന ആവശ്യം. മേപ്പാടി ചൂരൽമല റോഡ് വീതി കൂട്ടൽ നടപടി തുടരുകയാണ്. റോഡിന് താഴെ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പുതിയ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനാണ് നീക്കം. 50 അടിയോളം ഉയരത്തിൽ സംരക്ഷണ ഭിത്തി വരുമ്പോൾ താഴെയുള്ള വീടുകളെ ബാധിക്കും. കനത്ത മഴ പെയ്താൽ സംരക്ഷണ ഭിത്തി തകരാനുള്ള സാധ്യത ഏറെയെന്ന് നാട്ടുകാർ. 50 അടിയോളം ഉയരത്തിലാണ് ഇവിടുന്ന് കെട്ട് പൊന്തി പോകുന്നത്. ഇവിടെ മണ്ണിടിച്ചിൽ കൂടുതലുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതൊരു ഭീഷണിയായി നിലനിൽക്കുന്ന ടൈമിൽ ഇവിടെ കെട്ടുന്നത് ശാശ്വതമല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. റോഡിന് മറുഭാഗത്ത് HML എസ്റ്റേറ്റിന്റെ ഭാഗമായുള്ള സ്ഥലം വിട്ടു നൽകിയാൽ സംരക്ഷണ ഭിത്തി നിർമ്മാണം ഒഴിവാക്കാൻ കഴിയും. ചില ഭാഗങ്ങളിൽ എസ്റ്റേറ്റ് ഈ വിധം ചെയ്തിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പിന്റേതടക്കമുള്ള എഞ്ചിനീയർമാർ സംരക്ഷണ ഭിത്തി സുരക്ഷിതമല്ലെന്ന് വ്യക്തമാക്കിയതായും നാട്ടുകാർ പറഞ്ഞു. അതിനാൽ തന്നെ റോഡിന് മറുവശത്തുള്ള സ്ഥലം ഏറ്റെടുത്ത് തങ്ങളുടെ ജീവിതത്തിന് സംരക്ഷണം നൽകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. HML എസ്റ്റേറ്റിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണം. ഇക്കാര്യത്തിൽ ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളും ഇടപെടണം. തങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കണം. നാട്ടുകാർക്ക് പറയാനുള്ളത് ഇതാണ്. അഭിലാഷിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. പരാതികൾ ഒരുപാട് നൽകിയവരാണ് ആ ദേശത്തുകാർ. കാരണം നമുക്കറിയാം ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയ ദുരന്തം, അതിന്റെ ഇപ്പോഴത്തെയും പ്രത്യാഘാതങ്ങൾ അതിപ്പോഴും അവർ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ആ ജനതയോടാണ് ഈ രീതിയിലുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകാത്തത് എന്ന ചോദ്യം മാത്രം ബാക്കിയാവുകയാണ്. ഇനിയുണ്ട് പ്രതികരണങ്ങൾ, അതിലേക്കാണ്. ഇവിടുത്തെ വീടുകൾക്ക് മാത്രമല്ല, ഭാവിയിൽ റോഡിന് തന്നെ വലിയൊരു ഭീഷണിയുള്ള രീതിയിലാണ് അവർ കെട്ടാനുള്ളൊരു പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ കെട്ടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ശരിക്ക് തേയില നിലനിൽക്കുന്ന സ്ഥലമാണ്. എന്നാൽ ഇവിടുത്തെ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ആ ഭാഗത്ത് ഒരു തേയില പോലും പോകാനില്ല. വളരെ സുരക്ഷിതമായ രീതിയിൽ തന്നെ അതിലൂടെ റോഡ് വെട്ടിയെടുക്കാവുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഒരുപാട് താഴ്ചയിലാണ് ഈ വീടുകളിൽ. നിലവിൽ തന്നെ ഈ പഴയ കെട്ട് ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ കാണാം, ഇത് വൈബ്രേഷനായിട്ട് വരുന്നുണ്ട് വാഹനങ്ങൾ പോകുമ്പോൾ. ഇനിയിപ്പോൾ ഇവിടുന്ന് തുരങ്കപാത വരുന്നതാണ്. അതിൻ്റെ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ ഒരുപാട് വാഹനങ്ങളിൽ പോകും. അപ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും ഈ സൈഡിൽ നിന്ന് ഈ കുഴിയിൽ നിന്ന് കെട്ടിപ്പൊക്കുന്നതിന് പകരം മേൽഭാഗത്ത് നിന്ന് മണ്ണെടുക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. ഇത് ഭീഷണി തന്നെയാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഏത് തരത്തിലെങ്കിലും ഈ ഭാഗം ഇടിച്ചിട്ട് റോഡ് വീതി കൂട്ടി തരണം എന്നാണ് എൻ്റെ അപേക്ഷ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.